വെൽക്കം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 9ാം ക്ലാസ് കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് 9ാം ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ അവർക്കൊരു ഫൗണ്ടേഷൻ ടെസ്റ്റും അതിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ ഉണ്ട് എന്ന് നമ്മുടെ ഒരു കുട്ടി പറഞ്ഞതുകൊണ്ട് അഭ്യർത്ഥന മാനിച്ചുകൊണ്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സപ്ലൈ ചെയ്തത് നിഹാൽ വിനായക് എന്ന കൂട്ടുകാരനാണ്. അപ്പൊ നിഹാലിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ കുറെ വരകൾ ഇട്ടിട്ടുണ്ട്. ഹിയർ ഏരിയ ഓഫ് ഫുൾ ട്രയാങ്കിൾ എ ബി സി 28 ആണെങ്കിൽ, 28 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഏരിയ ഓഫ് AEDFന്റെ ഏരിയയാണ് നമ്മളോട് ചോദിക്കുന്നത്. AEDFന്റെ ഏരിയ, അതായത് ഈ പറയുന്ന സംഗതിയുടെ ഏരിയ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വര ഇട്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്നാണ്. ഇവിടെ AEക്ക് 3 വര, ECക്ക് 3 വര. അതിനർത്ഥം AE ഈക്വൽ ടു EC ആണ്. AE ഈക്വൽ ടു EC. പിന്നെ AFഉം BFഉം ഈക്വൽ ആണ്. AF BF കണ്ടില്ലേ, 2 വര വെച്ചിട്ട്. പിന്നെ BDയും DCയും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഒരു ട്രയാങ്കിൾ ABC ഉണ്ടായിരുന്നു. ABC അതിന്റെ മിഡ് പോയിന്റ്സുകൾ ജോയിൻ ചെയ്തല്ലേ അടുത്ത ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ള FED അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓരോ ട്രയാങ്കിളും ഈക്വലായി, അതായത് 1/4 ഓഫ് ദി ടോട്ടൽ ഏരിയയായി മാറും. അപ്പൊ ഇവിടെ എത്രയാണ്? ഫുൾ ഏരിയ 28 ആണ്. അപ്പൊ ഓരോ ട്രയാങ്കിളും എത്ര വരും? 28/4, അതായത് 7 വെച്ച് വരും. അപ്പൊ നമുക്ക് വേണ്ടത് ഈ 2 ട്രയാങ്കിൾസ് അല്ലേ. അപ്പൊ 7 + 7 14 ആണ് ഫൈനൽ ആൻസർ. ഇനി ഇത് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതായത് ഞാൻ പറയാം, നമുക്കറിയാം X കോർഡിനേറ്റും Y കോർഡിനേറ്റും എല്ലാവർക്കും പരിചയമുള്ളതാണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിൽ നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. A എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം. B എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. C എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 28 വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യണം. ഏരിയ എന്താണെന്ന് നമുക്കറിയാം. ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. ഇവിടെ ബേസ് എന്ന് പറയുന്നത് AB ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് AC ആണ്. അപ്പൊ അതിന്റെ AB ഇൻറ്റു AC ചെയ്യുമ്പോൾ നമുക്ക് 28ന്റെ ഇരട്ടി 56 കിട്ടണം. അപ്പൊ നമുക്ക് A എന്തായാലും ഒറിജിൻ 0,0 ആണല്ലോ. B നമുക്ക് എത്ര എടുക്കാം? 56 കിട്ടണമെങ്കിൽ ഇവിടെ ഒരു 7 ഇവിടെ ഒരു 8 എടുത്താൽ പോരെ. അപ്പൊ ഇത് 7,0 ആണ്. ഇത് ഞാൻ താഴോട്ട് C എടുത്ത സ്ഥിതിക്ക് Y നെഗറ്റീവ് വരും. മുകളിലോട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാമായിരുന്നു. അപ്പൊ എന്ത് വരണം? 8 വരണം. ഇപ്പോഴല്ലേ ശരിയാവുള്ളൂ. ഇനി ഇതൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ 28 കിട്ടും. ഇനി ഇതിന്റെയൊക്കെ മിഡ് പോയിന്റ്സുകൾ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. പെട്ടെന്ന് ചെയ്യണം, എക്സാമിനാകുമ്പോൾ പെട്ടെന്ന് ചെയ്യണം. മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്തു. അപ്പൊ ഈ പോയിന്റ് എത്ര വരും? 7ന്റെ പകുതി, അതായത് 7/2,0 വരും ഈ പോയിന്റ്. ഇതെത്ര വരും? ഈ AC-യുടെ പകുതി. AC 0,-8 ആണെങ്കിൽ ഇതെന്ത് വരും? 0,-4 എന്ന് കിട്ടും. ഇനി ഇത് ഇതിന്റെ പകുതി, 7,0,0-8ന്റെ പകുതി. അത് കിട്ടാൻ പ്രശ്നമൊന്നുമില്ല. X കോർഡിനേറ്റിന് രണ്ടും കൂടെ ആഡ് ചെയ്യുക, /2 ചെയ്യുക. അതായത് ഈ പോയിന്റ് 7/2,-4 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? എയുടെയും ബിയുടെയും നടുക്കുള്ള ആരാണ്? F ആണ്. ഇത് F ആണ്. എയുടെയും സിയുടെയും ഇടയ്ക്ക് E ആണ്. പിന്നെ ആരാണ് വേണ്ടത്? പിന്നെ ആരാണ്? അപ്പൊ ഇത് നേരെയുള്ള ഒരു ലൈനാണ്, നമുക്ക് മനസ്സിലായേ. കണ്ടില്ലേ? 7/2ന്റെ അതേ ഇത്. ഇത് റൈറ്റ് ആംഗിൾ വരും. പിന്നെ എന്താ? ബിയുടെയും സിയുടെയും ഇടയിൽ D, ഈ പോയിന്റ് D ആണ്. ശരി, നമുക്ക് വേണ്ടത് AFED ആണ്. AFED. ഓക്കെ, ഇത് റെക്ടാംഗിൾ അല്ലേ. ഇതിന്റെ ഏരിയ എത്ര വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുത്താൽ പോരെ. ഈ ലെങ്ത് 4, ഈ ലെങ്ത് എത്ര? 7/2. 7/2 ഇൻറ്റു 4 എത്ര? 14. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കണ്ടെത്താൻ പറ്റും.
ഓക്കെ, ഏറ്റവും ഈസി ഉള്ള മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യത്തെ തന്നെയാണ്. ശരി, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇത് ഒരു ചോദ്യം മാത്രമല്ല, ഒരു ഇമ്പോർട്ടന്റ് തിയറിയും കൂടെയാണ്. സംഗതി വേറൊന്നുമല്ല. ഇൻ ദ ഫിഗർ എ ഡി ഡിവൈഡ്സ് ബി സി ഇൻ ദ റേഷ്യോ m:n. അതായത് ഈ ലെങ്ത് ബി ഡി ഈസ് ടു ഡി സി എന്ന് പറയുന്നത് m:n ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോസ് ഓഫ് ഏരിയാസ് ഓഫ് എ ബി ഡി ടു എ സി ഡി. ആൻസർ m:n തന്നെയാണ്. ഓക്കെ, സംഗതി ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ട്രയാങ്കിൾ അവരിങ്ങനെ തന്ന സ്ഥിതിക്ക് അങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. അവര് ഇങ്ങനെ ആയിരുന്നുവെങ്കിലോ, നേരിട്ടായിരുന്നെങ്കിലോ, അപ്പോ ഈ പോയിന്റ് ബി, ഇത് എ, ഇത് ഡി, ഇത് സി. അപ്പോ എ ബി ഡിയുടെ ഏരിയ എന്ത് വരും? ഈ ലെങ്ത് എം എന്ന് നമുക്ക് എടുക്കാം, ഈ ലെങ്ത് എൻ എന്ന് നമുക്ക് എടുക്കാം. എ ബി ഡിയുടെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് എം ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എ ഡി ആണ്. എ ഡി ഈക്വൽ ടു നമുക്ക് ഹൈറ്റ് എച്ച് എന്ന് വിളിക്കാം. അപ്പൊ ഏരിയയുടെ റേഷ്യോ, അതിന്റെ ഏരിയ ഈസ് ടു, ഇതിന്റെ ഏരിയ എത്ര വരും? ഹാഫ് ഇൻറ്റു ബേസ് എൻ ആണ്, ഹൈറ്റ് എച്ച് തന്നെയാണ്. ഹാഫ് എച്ച് രണ്ടിടത്തും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബാക്കി എത്ര കിട്ടും? m:n എന്ന് തന്നെ കിട്ടും. അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ലൈന് ഒരു ട്രയാങ്കിളിന്റെ ബേസിനെ m:n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ ഏരിയയുടെ റേഷ്യോയും m:n ആയിരിക്കും. ശരി, ഇത് നമുക്ക് അടുത്തൊരു ചോദ്യത്തിൽ ഉപയോഗം വരും. നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിലല്ല മറ്റേ കോൺസെപ്റ്റ്, അത് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യന് വരും. വെയിറ്റ് ചെയ്യാം. ഇൻ ദ ഫിഗർ എ ഡി പാരലൽ ബി സി. ഓ, ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല അല്ലേ? മാർക്ക് ചെയ്യാം. എ ബി സി ഡി. ഓക്കെ, എ ബി സി. ഇതാണ് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. Then the area of the quadrilateral ABCD. നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ ഇവിടെ അവർ തന്നിരിക്കുന്ന കണ്ടോ, ഒരു റൈറ്റ് ആംഗിൾ ആണ് ഇവിടെ അവർ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫിഗറിനെ നമ്മളൊന്ന് മാറ്റി വരയ്ക്കണം. ഇവിടെ ഡി ബി പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. അപ്പൊ ഒരു നേരിട്ടൊരു വര വരയ്ക്കാം. ഇത് എ വരും, ഈ പോയിന്റ് ബി വരും, ഈ പോയിന്റ് ഡി വരും. പിന്നെ എ ബിയും ഇതിങ്ങനെ ഇരിക്കും. ബാക്കി ജസ്റ്റ് ജോയിൻ ചെയ്യാം. ശരി, ഇനി എത്ര? ഈ ലെങ്ത് തന്നിട്ടുണ്ട് 5, ഈ ലെങ്ത് തന്നിട്ടുണ്ട് 3. ഇത് 3 ആണ്, അതുകൊണ്ട് ഈ ലെങ്തും 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നിട്ടുണ്ട്? 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ലെങ്ത് എത്ര വരും? പൈതഗോറസ് തിയറം എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 5 ആണ്, ഈ പോയിന്റ് സി ആണ്, ഡി സി 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്ര വരും? 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയറിന്റെ റൂട്ട്. ആൻസർ √16 എന്ന് വരും. √16 4 ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഡി ബിയുടെ ലെങ്ത് 4 എന്ന് കിട്ടി. അപ്പോ നമുക്ക് ഇനി അറിയാമല്ലോ കാര്യങ്ങള്. ഏരിയ ഓഫ് പാരലലോഗ്രാം എത്രയാണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ പോരെ. ബേസ് ഇവിടെ എത്രയാ? 3 അല്ലേ? 3 ഇൻറ്റു ഹൈറ്റ് എത്ര? 4. 3 ഇൻറ്റു 4, അതാണ് ആൻസർ. എത്ര കിട്ടും? 12 എന്ന് കിട്ടും അല്ലേ? അപ്പൊ അത് മാർക്ക് ചെയ്യാം. കഴിഞ്ഞ ക്വസ്റ്റിനെ നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു. m:n മാർക്ക് ചെയ്തു. ആദ്യത്തെ ചോദ്യത്തിലോ മാർക്ക് ചെയ്തു. ശരി, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. ഇൻ ദ ഫിഗർ P is a point on side BC of triangle ABC. ABCയിലെ BCയിലുള്ള ഒരു പോയിന്റ് ആണ് P. ശരി, such that BP is to PC 1:2 ആണ്. BP is to PC അത് 1:2 ആണ്. ശരി, പിന്നെന്താണ്? Q is a point on AP such that PQ is to QA is 2:3. ശരി, then the area of AQC is to ABC ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സംഗതി വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ട അതേ കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഈ ലെങ്ത് 1 എന്നും ഈ ലെങ്ത് 2 എന്നും തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ ഓഫ് ABP ഈസ് ടു APC 1:2 റേഷ്യോയിൽ വരണം. നമുക്കപ്പോ ഏരിയ ഓഫ്
ബി പി റേഷ്യോ ആയിരുന്നതിനെ ഞാൻ ന്യൂമറിക്കൽ ആയിട്ട് തന്നെ എടുത്തു. ഈക്വൽ ടു 1 എന്ന് നമ്മൾ എടുത്താല് റേഷ്യോ സെയിം ആക്കാൻ വേണ്ടി ഏരിയ ഓഫ് എ പി സി എത്ര വരണം? 2 വരണം. ഓക്കെ, അപ്പോ ഇത് ഈ ഫുൾ ട്രയാങ്കിൾ എ പി സിയുടെ ഏരിയ 2 ആണെന്ന് നമുക്കിപ്പോ മനസ്സിലായി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? എ ക്യു സി, പി ക്യൂവിന്റെ വാല്യൂ 2ഉം ക്യു എയുടെ വാല്യൂ 3ഉം ആണെങ്കിൽ ആ ട്രയാങ്കിൾസിന്റെ ഏരിയാസിന്റെ റേഷ്യോവും അങ്ങനെ വരണം. ഇതിന്റെ ഏരിയ A1 ആണെന്ന് വിചാരിക്കാം, ഇതിന്റെ ഏരിയ A2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ടോട്ടൽ ഇതിന്റെ ഏരിയ എത്ര? 3:5. അപ്പൊ 2/5 ആണ് ഇതിന്റെ ടോട്ടൽ ഏരിയ. അല്ല, 2/5 3 പാർട്സ് ആണ് A1 എന്ന് പറയുന്നത്. 2/5 ടോട്ടൽ എന്ന് പറയുന്നത് 5 ആണ്. ഇതിന്റെ 2 + 3 വെച്ചിട്ട് 2/5 2 പാർട്സ് ആണ് ഈ ട്രയാങ്കിൾ ക്യു പി സി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? ഏരിയ ഓഫ് എ ക്യു സി എത്ര? 2/5 × 3, അതായത് 6/5 ആണ് ഏരിയ ഓഫ് എ ക്യു സി എന്ന് പറയുന്നത്. ശരി, അത് എ ക്യു സി ഈസ് ടു എത്ര ആയിരിക്കുന്നത്? ഫുൾ സർക്കിൾ, ഫുൾ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് എ പി ബി പ്ലസ് എ പി സി അല്ലേ ഫുൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്? എ പി ബി പ്ലസ് എ പി സി. അപ്പോ 2 + 1 3. അപ്പൊ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 6:15. ഇനി നമുക്ക് 3 വെച്ച് ചെയ്യാം. 3 വെച്ച് ചെയ്താൽ 2:5 എന്ന് കിട്ടും. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇട്ടോളൂ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷന്റെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഗിവൺ 2 triangles which are similar, of which has twice the perimeter of the other. By what factor is the area of larger triangle bigger than the smaller? ഇങ്ങനൊക്കെ ഒരു കേസ് കിട്ടിയാൽ ഒന്നും നോക്കണ്ട, 2 equilateral triangles അങ്ങ് എടുത്തോളൂ. അപ്പൊ ആദ്യത്തേവന്റെ സൈഡ് ലെങ്ത് എ ആണെന്ന് വിചാരിക്കാം, എ എ എ. രണ്ടാമത്തെ സൈഡ് ലെങ്ത് ബി ആണെന്ന് വിചാരിക്കാം, ബി ബി ബി. അവർ തന്നേക്കുന്നത് എന്താ? പെരിമീറ്റർ ഓഫ് സ്മോളർ 1, അതിന്റെ ട്വൈസ് ആണ് പെരിമീറ്റർ ഓഫ് ലാർജർ 1. അതായത് 3B അല്ലേ പെരിമീറ്റർ ഓഫ് ലാർജർ, അത് 2 times പെരിമീറ്റർ ഓഫ് സ്മോളർ ആണ്. അതായത് 2 × 3A, അതായത് 6A ആണ്. അപ്പൊ എന്ത് മനസ്സിലായി നമുക്ക്? B = 2A എന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയാണ്. സൈഡ് ലെങ്ത് എ ആണെങ്കിൽ ഏരിയ √3/4A² എന്ന് കിട്ടും. അതാണ് ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ സൈഡ് ലെങ്ത് ബി ആണെങ്കിലോ എത്ര കിട്ടും? √3/4B² എന്ന് കിട്ടും. അപ്പൊ രണ്ട് സ്ഥലത്തും ഈ റേഷ്യോയിൽ 2 സ്ഥലത്തും √3/4 ഉള്ള സ്ഥിതിക്ക് നമ്മളെ ഫൈനൽ ആൻസർ A² = B² ആണ്. ശരി, അപ്പൊ B = 2A അല്ലേ? അപ്പൊ ബിക്ക് പകരം 2A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A² = 2A², അതായത് 4A². അപ്പൊ A² രണ്ട് സ്ഥലത്തും ക്യാൻസൽ ആവും, 1:4 എന്ന് കിട്ടും. അതായത് 4 times ബിഗർ ആണ് ആര്? ഏരിയയുടെ ടേംസിൽ നമ്മുടെ വലിയ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ ടോട്ടൽ 15 ചോദ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 5 ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, ഒരു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്ക് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.